നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ഇന്നലത്തോടുകൂടി അവസാനിച്ചു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സർ റെഡി ആയിരിക്കുന്നു. ആരൊക്കെ ഏതൊക്കെ ടീമുകളോട് മാറ്റുരക്കും, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പം ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന ടീമുകൾ നോക്കുക. ഷാൻഡോങ് ടൈസാൻ, യോക്കോഹാമ, അൽ ഹിലാൽ, യോൻബക്ക്, ഉൽസാൻ, അൽ ഇത്തിഹാദ്, അലൈന്, അതുപോലെ അൽ നസർ ടീമുകളാണ് എത്തിയിരിക്കുന്നത്. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിൻ്റെ എതിരാളികൾ ആരാണ്? നെയ്മർ ജൂനിയറുടെ അൽ ഹിലാലിൻ്റെ എതിരാളികൾ ആരാണ്? കരീം ബെൻസിമയുടെ ടീം ആരോട് കളിക്കും? ഇതൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിൽ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് മാർച്ച് 4, 5, 6 തീയതികളിലാണ് ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പാദം. രണ്ടാം പാദം വരുന്നത് മാർച്ച് 11, 12, 13 തീയതികളിലാണ്. മാർച്ച് 4-ാം തീയതി അൽ നസർ ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പാദം കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ അലൈനാണ്. മാർച്ച് 4-ലാണ് ആ കളി നടക്കുക. മാർച്ച് 5-ന് ജിയോൻബക്ക് വേഴ്സസ് ഉൽസാൻ പോരാട്ടം. അന്ന് തന്നെയാണ് അൽ ഹിലാൽ വേഴ്സസ് അൽ ഇത്തിഹാദ് പോരാട്ടം ഉള്ളത്. സൗദി അറേബ്യയിലെ രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണെന്നർത്ഥം. പിന്നെ മാർച്ച് 6-നാണ് ഷാൻഡോങ് ടൈസാനും യോക്കോഹാമ മറൈനോസും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. അതോടുകൂടി ആദ്യപാദ മത്സരങ്ങൾ അവസാനിക്കും. രണ്ടാം പാദത്തിൽ മാർച്ച് 11-നാണ് അൽ നസർ അലൈനുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ആ കളി അൽ നസറിന് ഹോം മത്സരമാണ്. മാർച്ച് 12-ന് ഉൽസാനും ജിയോൻബക്കും തമ്മിൽ കളിക്കുമ്പോൾ മാർച്ച് 12-ന് തന്നെ അൽ ഇത്തിഹാദ് വേഴ്സസ് അൽ ഹിലാൽ പോരാട്ടം രണ്ടാം പാദ മത്സരം നടക്കും. മാർച്ച് 13-നാണ് യോക്കോഹാമ മറൈനോസും ഷാൻഡോങ് ടൈസനും തമ്മിലുള്ള പോരാട്ടമുള്ളത്. എന്തായാലും അൽ നസറിൻ്റെ എതിരാളികൾ അലൈൻ, അൽ ഹിലാലിൻ്റെ എതിരാളികൾ അൽ ഇത്തിഹാദ്. തീവാറുന്ന പോരാട്ടങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.